നമസ്കാരം. ഈ കഴിഞ്ഞ ഡിസംബർ 13-നാണ് പാർലമെൻറ്റിനുള്ളിലേക്ക് ഏതാനും ചില യുവാക്കൾ സുരക്ഷാ വലയം ഭേദിച്ച് കടന്നു കയറുകയും അവിടെ പുകയാക്രമണം നടത്തുകയും ചെയ്തത്. ഏതാനും ചില മണിക്കൂറുകൾ രാജ്യം മുൾമുനയിൽ നിന്ന ദിവസമായിരുന്നു ഡിസംബർ 13. പാർലമെൻറ്റിനകത്തേക്ക് കടന്ന യുവാക്കളെയെല്ലാം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ സംഭവത്തിൽ കൃത്യമായ ആഴത്തിലുള്ള അന്വേഷണം നടന്നുവരികയാണ്. ഇക്കാര്യത്തിൽ ചില സൂചനകൾ ഇന്നും ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഈ പാർലമെൻറ്റ് ആക്രമണത്തിന് ശേഷം അടുത്ത മണിക്കൂറുകളിൽ സർക്കാർ ഒരു സർവകക്ഷി യോഗം വിളിച്ചിരുന്നു. ആ സർവകക്ഷി യോഗത്തിൽ സർക്കാർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇക്കാര്യത്തിൽ വളരെ വിശദമായ അന്വേഷണം നടക്കും. അതോടൊപ്പം തന്നെ പാർലമെൻറ്റിൻ്റെ സുരക്ഷാ സംവിധാനങ്ങൾ പരിശോധിച്ച് അതിലാവശ്യമായ മാറ്റങ്ങൾ വരുത്തും എന്നാണ് കേന്ദ്ര സർക്കാർ ഉറപ്പു നൽകിയിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പരിഷ്കരണങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. പാർലമെൻറ്റ് സുരക്ഷ ദില്ലി പോലീസിൽ നിന്നും CISF ഏറ്റെടുത്തേക്കും എന്ന സൂചനയാണ് വരുന്നത്. CISFും അതുപോലെ തന്നെ ദില്ലി പോലീസും അതുപോലെ തന്നെ പാർലമെൻറ്റിൻ്റെ സുരക്ഷാ വിഭാഗവും മറ്റ് ചില ഏജൻസികളുമെല്ലാം കഴിഞ്ഞ 2 ദിവസമായി ദില്ലിയിൽ ഇത് സംബന്ധിച്ച യോഗം ചേരുന്നുണ്ട്. ഈ യോഗത്തിന് ശേഷം ചില നടപടികളൊക്കെ അവിടെ പുരോഗമിക്കുന്നുണ്ട് ദില്ലിയിൽ. അതിനുശേഷം വീണ്ടും അടുത്ത ദിവസങ്ങളിലും യോഗം ചേരും. അടുത്ത ആഴ്ചയോടുകൂടി ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടായേക്കും എന്നാണ് CISFിൻ്റെ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും ദില്ലി പോലീസ് പാർലമെൻറ്റിൻ്റെ സുരക്ഷയിൽ നിന്നും പുറത്താകാനാണ് സാധ്യത. CISF ഇക്കാര്യത്തിൽ പാർലമെൻറ്റിൻ്റെ സുരക്ഷ ഏറ്റെടുക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും എല്ലാ ഒരുക്കങ്ങളും നടത്തി വരികയാണ്. കാരണം CISFന് പാർലമെൻറ്റ് മന്ദിരവും ഇപ്പോൾ നിലവിലുള്ള സുരക്ഷാ ക്രമീകരണവും ആഴത്തിൽ പഠിക്കേണ്ടതുണ്ട്. അതിനുശേഷം അവർ വരുത്താൻ പോകുന്ന മാറ്റങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ, അതായത് CISF ചുമതല ഏറ്റെടുത്തതിന് ശേഷം എങ്ങനെയായിരിക്കും പാർലമെൻറ്റിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടാവുക എന്നത് സംബന്ധിച്ച കൃത്യമായ റിപ്പോർട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറും. അത് പരിശോധിച്ചതിന് ശേഷമായിരിക്കും CISFന് പൂർണ്ണമായിട്ടും പാർലമെൻറ്റിൻ്റെ ചുമതല നൽകുക. എന്തായാലും CISFിൻ്റെ ഒരു വലിയ പരിശോധന ഇപ്പോൾ നടക്കുന്നുണ്ട്. CISFിൻ്റെ ഉന്നതതല യോഗങ്ങൾ, CISF മാത്രമല്ല ദില്ലി പോലീസും മറ്റ് ഏജൻസികളും അടങ്ങുന്ന ഉന്നതതല ഉദ്യോഗസ്ഥരുടെ യോഗങ്ങൾ ഇപ്പോൾ ദില്ലിയിൽ നടന്നു വരുന്നുണ്ട്. അടുത്തയാഴ്ചയോടുകൂടി CISF പാർലമെൻറ്റിൻ്റെ സുരക്ഷ ഏറ്റെടുക്കാനും പഴുതടച്ച സുരക്ഷാ സംവിധാനങ്ങൾ പാർലമെൻറ്റിൽ കൊണ്ടുവരാനുമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത്. ഇതിൽ ചരിത്രപരമായ ഒരു മാറ്റമായിരിക്കും ഇപ്പോൾ CISFന് പാർലമെൻറ്റിൻ്റെ ചുമതല നൽകിക്കൊണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നടപ്പിൽ വരുത്തുക എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.